ആക്ഷൻ. നേരാവണ്ണം സമയത്ത് ഒന്നുകൂടെ ഒന്നുകൂടെ. പറഞ്ഞു. റെഡി ആക്ഷൻ. നേരാവണ്ണം സമയത്ത് നേരാവണ്ണം സമയത്ത് ആഹാരം ഒന്നും കഴിക്കത്തില്ലായിരുന്നു. സമയത്ത് ആഹാരം ഒന്നും കഴിക്കത്തില്ല. അല്ലേ നേരാവണ്ണം വിട്ടേരെ. അല്ല വേണ്ട, നേരാവണ്ണം സമയത്ത് ആഹാരം ഒന്നും കഴിക്കത്തില്ലായിരുന്നോ? ഒരു കോല ആയല്ലേ, ഇത്ര പറഞ്ഞാലും മതി. സമയത്ത് ആഹാരം ഒന്നും കഴിക്കത്തില്ലായിരുന്നോ? ഒരു കോല ആയല്ലേ. റെഡി നേരാവണ്ണം ആഹാരം ഒന്നും കഴിക്കത്തില്ലായിരുന്നില്ലയോ? ഒരു കോല ആയല്ലേ. റെഡി ചെറിയ ചെറിയ ഇതൊക്കെ വേണം. റെഡി ആക്ഷൻ. നേരാവണ്ണം ആഹാരം ഒന്നും കഴിക്കത്തില്ലായിരുന്നു, ഒരു കോലമായി. ണ്ടോ റെഡി ആക്ഷൻ. അയ്യേ, എന്നെ സമാധാനിപ്പിച്ച ആൾ കരയുവാണ്. അയ്യേ അച്ഛ, എന്നെ സമാധാനിപ്പിച്ച ആൾ കരയുവാണോ? എന്നോട് അങ്ങനെ നിർത്തി സമാധാനമായിട്ട് ചെയ്യണം. ഇവിടുത്തെ ചെയ്തിട്ട് നമ്മൾ പോകാൻ പറ്റില്ല. അവിടെ തോൽ പിടിച്ച് ഡോക്ടറാവാൻ പോവല്ലോന്ന്. അച്ഛൻ മോക്കള അല്ല കൊച്ചു കുനിയാൻ തുടങ്ങുമ്പോഴാണെങ്കിൽ പിടിച്ചോണ്ടാവും. ഏറ്റവും റെഡി. മോള് മുമ്പേ ചോറ് കൊണ്ട് തൊട്ട് കുറെ അണ്ണൻ വെള്ളം കൊണ്ടുവരുക. മോള് അവിടെ വന്നിരുന്ന് ആഹാരം കഴിക്കുന്നു. അണ്ണൻ വെള്ളം കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് കുഞ്ഞിനെ ഞാൻ നോക്കിയിരിക്കുന്നു. റെഡി ആക്ഷൻ. പാലിക്കാണ്. ഓക്കെ റെഡി. വാ വാ കേറ്. ഒന്നുകൂടെ വാ. ആ പാത്രം കൊണ്ടുകൂടെ പാത്രം നിന്ന് കളഞ്ഞു. ഒന്നുകൂടെ വാ. റെഡി ആക്ഷൻ പറയാം. പത്തൂടെ പുറകോട്ട് വാ. റെഡി ആക്ഷൻ. അണ്ണൂടെ കയറിയോ? നീ കുറെ തവണ കഴിച്ചോടി. അല്ലേ ഒന്നോടെ തോന്നുന്നു തീർക്ക്. റെഡി. ചിരിച്ചോണ്ടൊക്കെ കുഴപ്പമില്ല. റെഡി ആക്ഷൻ. നേരത്തെ കാലത്തും സമയത്ത് ആഹാരം ഒന്നും കഴിക്കത്തില്ലായിരുന്നു. നീ ഒരു കോല ആയല്ലോ. നേരത്തും കാലത്തും പിന്നെ സമയത്തും വേണം. നേരത്തും കാലത്തും അല്ലെങ്കിൽ സമയത്ത് ആഹാരം ഒന്നും കഴിക്കത്തില്ലായിരുന്നോ? ചോദ്യം ഇവിടെ. സമയത്ത് ആഹാരം ഒന്നും കഴിക്കത്തില്ലായിരുന്നോ? കോല ആയെന്തായാലും അങ്ങനെ പറഞ്ഞാൽ. എന്നിട്ട് നീ ഇങ്ങനെ അച്ഛനെ ചിരിച്ചോണ്ട് ഇങ്ങനെ കാണിക്കണേ. റെഡി ആക്ഷൻ. സമയത്ത് ആഹാരം ഒന്നും കഴിക്കത്തില്ലായിരുന്നു. എന്റെ ഭായി നേരെ വന്നിരിക്കുന്നു. സമയത്ത് ആഹാരം ഒന്നും കഴിക്കത്തില്ലായിരുന്നോ? ഒരു കോലം ആയല്ലേ. അത് കളിയായിക്കോട്ടെ കേട്ടോ. റെഡി ആക്ഷൻ. സമയത്തൊന്നും ആഹാരം ഒന്നും കഴിക്കത്തില്ലായിരുന്നോ? ഒരു കോല ആയല്ലോ. മോള് നീ കഴിച്ചോണ്ട് വേണം. നിനക്ക് വേണ്ടി വടിയേരി ചോറ വെച്ചിട്ടുണ്ട്. വടിയേരി തിന്നോട് പറയണം. എന്നാലും എൻ്റെ അച്ഛൻ്റെ ആഹാരം സൂപ്പർ. റെഡി ആക്ഷൻ. വാരി തിന്നോണ്ട് ആക്ഷൻ വേണം. വാരി തിന്നു. റെഡി ആക്ഷൻ. നിങ്ങളുടെ വാരിക്കും. പറഞ്ഞു എൻ്റെ ഡയലോഗ്. அப்படி இரியண்ணா. ரெடி ஆக்ஷன்.
പിന്നെ പെൻഷനായ അല്ല എന്തോ ടെൻഷനായ പിന്നെ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ. കണ്ണൊക്കെ ഒന്ന് തുടച്ചോണം, ആ. കണ്ണൊക്കെ ഒന്ന് തുടക്കുകയൊക്കെ വേണം. എനിക്ക് ആലോചിക്ക് പറയട്ടെ, അങ്ങനെ ഇരിക്കണ പൊസിഷൻ മാറായി കണ്ടിന്യൂറ്റി പോകാതെ. കാരണം പെട്ടെന്ന് എഴുന്നേൽക്കണം, എഴുന്നേറ്റ് അല്ല പെട്ടെന്നല്ല എഴുന്നേറ്റ് നിൽക്ക് ഇരിക്കുക അവിടെ. ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് മനേഷ് എന്നാ പേര്, ഞാൻ ചേട്ടൻ്റെ അനിയത്തിയാണെന്ന് എല്ലാവരോടും പറയുന്നത്. എഴുന്നേൽക്കുമ്പം പറയണം. പറയണം ഈ വെള്ളം അങ്ങനെ വെച്ചേക്കുന്നതിന് ഒന്ന് വെള്ളം എടുത്ത് കുടിച്ചോണ്ട് അച്ഛാ ആ ചേട്ടൻ്റെ അമ്മ അച്ഛനും ദുബായിൽ ഡോക്ടർമാരാ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് പോകണം, പറഞ്ഞുകൊണ്ട് നടന്നു പോകണം. റെഡി, കൈ മാറ്റം അവിടെ കഴിച്ചോണ്ടിരിക്കേ. ആ റെഡി, പയ്യെ എഴുന്നേക്ക്, മതി എന്ന് പറഞ്ഞ് എഴുന്നേക്ക്. മതി എന്നും പറഞ്ഞാൽ എഴുന്നേക്കണം. ആക്ഷൻ. ഈ വെള്ളം എന്തിനാണ് വെച്ചേക്കുന്നത്? അതായത് കുടിക്കേ. അച്ഛാ പിന്നെ ആ ചേട്ടന്മാരുടെ അമ്മയും അച്ഛനും ദുബായിൽ ഡോക്ടർമാരാ. തെറ്റി ഇരിയോടെ ആ ചേട്ടൻ്റെ അല്ല എന്തോ വെള്ളം എന്തിനാ വെച്ചേക്കുന്നത്? ആ നിന്റെ വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ നേരെ വരുമ്പോൾ കാണരുത്. മോള് കഥ അടയ്ക്കും. കഥ ഇങ്ങോട്ട് നടത്തി. ആ മോള് കഥ അടച്ചു, ഞാൻ പറഞ്ഞേക്ക്. അണ്ണൻ വാ വാ നീ എടുത്തോ അവക്കളെന്ന് എടുക്ക്. അണ്ണൻ എണ്ണിച്ച് വാ ഇങ്ങോട്ട്. കട്ടക്കട്ടാന്ന് അവിടുന്ന് എങ്ങനെ വന്നാലും മതി, അത് വേറെ കുഴപ്പമില്ല. അവിടെ കുളിച്ചിട്ട് വരുന്ന സീനാ, വന്ന് നമ്മട്ടി എടുത്തിട്ട് അവിടുന്ന് വരണം. കണ്ടൻ ആ സൈഡിൽ കൂടെ ഇറങ്ങി വരണം വീട്ടോട്ട്. ഏത് ഭയങ്കര മടിയാന്നല്ലേ. വീട്ടിലേക്കുള്ള വഴി ഇതല്ല. ഏത് വഴികളായിക്കോട്ടെ, അണ്ണൻ നമ്മൾ ഇതിലെ കൂടെ നിനക്ക് കുറിക്കാടിയൊക്കെ വരുന്നതാ. നമ്മട്ടി എടുത്തോണ്ട് വന്നു. നമ്മട്ടി എടുത്തോണ്ട് അണ്ണ പോ. നമ്മട്ടി എടുത്തോണ്ട് പോയിട്ട് ആ കിണറിൻ്റെ അവിടോട്ട് സൈഡായിട്ടങ്ങ് വെക്കണം. നമ്മട്ടി എടുത്തു. ആ കക്കൂസിൻ്റെ അടുത്ത് നിന്നാ അന്ന് ഇറങ്ങി നമ്മട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അവിടെ അസയൊന്നും ഇല്ലല്ലോ തോർത്തിടാനെ കൊണ്ട്. അത് കുഴപ്പമില്ല. അതുകൊണ്ട് അകത്തല്ല, ഒന്ന് ആ കസേര ഇറങ്ങിയിരിക്കണം കേട്ടോ. ആ അവിടെ അല്ല ഇവിടുന്ന അതവിടെ നിന്നോട്ടെ. ആക്ഷൻ. മോളെ വാ മോളെ. കട്ട്. ഒന്നൂടെ വാ. അതെ അല്ല അതെ മോളെ അവിടുന്ന് മോളേന്ന് വിളിക്കുന്നുണ്ടേ കട്ടൻ ചായ കൊണ്ടുവരണ്ട. വരുന്നച്ചാന്ന് പറഞ്ഞിട്ട് പിന്നെ അണ്ണ ഇരിക്കുമ്പോഴത്തേക്ക് കൊണ്ടുവന്നാൽ മതി. പറഞ്ഞിട്ട് മോളേന്ന് ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ തന്നെ മോള് വിളി കേൾക്കണം. വിളി കേട്ടിട്ട് കട്ടൻ ചായ ഇറങ്ങി വരണം കേട്ടോ. അല്ല കട്ടൻ ചായ കൊണ്ടുവരാനെന്ന് പറയണ്ടേ? ഇല്ല വേണ്ട വേണ്ട. അറിയാമല്ലോ മോളേന്ന് വിളിക്കുമ്പോൾ അറിയാമല്ലോ. ഓക്കെ ഞാൻ പറഞ്ഞിട്ട് മോള് വന്നാൽ മതി കേട്ടോ. റെഡി ആക്ഷൻ. പിന്നെ അവിടെ ഞാൻ ഇരിക്കുമ്പോ കട്ട് പറയാം. ഇരിക്കുമ്പോൾ കട്ടാക്കുക. ഓക്കെ റെഡി ആക്ഷൻ. അവിടെ ഒന്ന് വിളിക്ക്. മോളെ ഓക്കെ അണ്ണ അവിടെ ഇരിക്കുക. ഇപ്പുറത്തെ കസേര ഇരുന്നാൽ പോരായിരുന്നോ? അവിടെ ഞാനിരിക്കാം. ഓക്കെ ഇനി മോളെ ഇങ്ങോട്ട് വന്നിട്ട് അച്ഛാ പാല് പിരിഞ്ഞു പോയി. പാല് പിരിഞ്ഞു പോയി, കട്ടൻ ചായയാ. സാരമില്ല എന്നും പറഞ്ഞാണ്ട് അണ്ണൻ മേടിച്ച് കുടിച്ചോണ്ട് കൊച്ചിനോട് ചോദിക്കണം. മോള് പാനുള്ള റെഡിയാക്കിയോ? സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് വെക്കണം. നാളെ 9 മണിക്കാകുമ്പോൾ അത് പോകുന്നത് കേട്ടോ.
ചായയും വെച്ചോണ്ട് പോകുന്നു. ഇങ്ങോട്ട് വെച്ചോണ്ട് പോ. ചായ വെച്ചോണ്ട് പോ. ചായ വെച്ചോണ്ട് പോകാൻ തിരിച്ചു. ഒന്ന് വിളിക്കും. ഓ അങ്ങകത്ത് പോയിട്ട് തിരിച്ചു വാ. അത് അവിടെ നിൽക്കുന്ന രണ്ടും കൂടെ ഒരുമിച്ചാണ്. രണ്ടും കൂടെ ഒരുമിച്ച് ഒറ്റ ട്രെയിനാണ്. അത് നിങ്ങളുടെ വാങ്ങുള്ളൂ. ചായ വാങ്ങിച്ചോ. പറഞ്ഞു മനസ്സിലായോ? ഞാൻ കുടിച്ചു നിർത്തി. അച്ഛാ സാരല്ല. അച്ഛാ പാല് കേടായി പോയി. കട്ടൻ ചായ ആണെന്ന് പറയാൻ സാരമില്ല. എന്ന് പറഞ്ഞിട്ട് മോളിങ്ങനെ കസേരയിലൊക്കെ പിടിച്ചിങ്ങനെ ചൊണ്ടിക്കൊണ്ടൊക്കെ നിൽക്കണം. കൈ മാറ്റി ആ കേട്ടോ. റെഡി. എന്നിട്ട് ഇതെല്ലാം പറക്കി വെച്ചാന്ന് പറഞ്ഞിട്ട് അച്ഛനെ നോക്കിയിട്ട് നൈസ് അങ്ങ് പോണം കേട്ടോ. ഓക്കെ റെഡി ആക്ഷൻ. പാല് കേടായി അച്ഛാ, കട്ടൻ ചായ. സാരല്ല മോളെ. മോള് എല്ലാം റെഡിയാക്കി വെച്ചോ. സർട്ടിഫിക്കറ്റ് ഒന്നും മറന്നു പോകരുത്. നാളെ നേരം കൊച്ചേ ഈ ചോദിക്കുമ്പോഴൊക്കെ തല കുലിക്കുകയും നോക്കിയൊക്കെ വേണം. അങ്ങനെ ചോദിക്കുമ്പോൾ അതിന്റെ റിയാക്ഷൻ നിനക്ക് വേണം. മനസ്സിലായോ? ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ചോദിക്കട്ടോ. കുടിക്കാനുള്ള കൃത്യമാക്കി ഞാൻ കുടിക്കുവായിരുന്നു. റെഡി വാ മോളെ. നീ പച്ചവെള്ളം ഇട്ടുകൊണ്ട് വരും. വാ റെഡി. പാല് പിരിഞ്ഞു പോയി അച്ഛാ, കട്ടൻ ചായ. സാരല്ല മോളെ. മോള് സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് വെച്ചോ. സാധനം എല്ലാം റെഡി ആക്കിയോ? തലയാട്ട്. നാളെ 9 മണിക്കാകുമ്പോൾ പോകുന്നത്. റെഡിയാക്കി അച്ഛാ. പൊക്കോ പൊക്കോ.